2026 മാർച്ച് 8 സിറാജ് എഡിറ്റോറിയൽ. പാമ്പുകടി നിശബ്ദ മഹാമാരി. വേനൽക്കാലത്ത് കേരളീയർ അസഹ്യമായ ഉഷ്ണത്തിൽ നിന്ന് രക്ഷ തേടിയതുകൊണ്ട് മാത്രമായില്ല, പാമ്പുകൾക്കെതിരെ അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. സംസ്ഥാന വനം വകുപ്പിൻ്റേതാണ് ഈ ജാഗ്രതാ നിർദ്ദേശം. അന്തരീക്ഷ താപം ഉയരുമ്പോൾ മാളങ്ങൾക്കുള്ളിലെ ചൂട് സഹിക്കാനാകാതെ പാമ്പുകൾ തണുപ്പ് തേടി പുറത്തിറങ്ങുന്നത് സാധാരണമാണ്. ഇതുമൂലം വീടുകളുടെ പരിസരങ്ങളിലും കൃഷിയിടങ്ങളിലും പ്രത്യേകിച്ച് തണുപ്പുള്ള സ്ഥലങ്ങളിലും പാമ്പുകളുടെ സാന്നിധ്യം വർദ്ധിക്കും. സൂക്ഷിച്ചില്ലെങ്കിൽ കടിയേൽക്കാനും വിഷം ബാധിച്ച് ജീവൻ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. മഴക്കാലത്ത് മാളങ്ങളിൽ വെള്ളം കയറി നിൽക്കക്കള്ളിയില്ലാതെ പാമ്പുകൾ പുറത്തിറങ്ങാറുണ്ട്. ഈ ഘട്ടത്തിലാണ് സംസ്ഥാനത്ത് കൂടുതൽ പേർക്കും പാമ്പുകടിയേൽക്കുന്നത്. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മനുഷ്യ മരണങ്ങളിൽ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് പാമ്പുകടി മൂലമാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. വിശിഷ്യ ഇന്ത്യയിൽ. ആഗോളതലത്തിൽ സംഭവിക്കുന്ന പാമ്പുകടി മരണങ്ങളിൽ പകുതിയും ഇന്ത്യയിലാണ്. ജനീവയിൽ കഴിഞ്ഞ വർഷം നടന്ന 78ാമത് വേൾഡ് ഹെൽത്ത് അസംബ്ലിയിൽ ഗ്ലോബൽ സ്നേക്ക് ബൈറ്റ് ടാസ്ക് ഫോഴ്സ് അവതരിപ്പിച്ച റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ പ്രതിവർഷം 58,000 പാമ്പുകടി മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ആശുപത്രിയിൽ ചികിത്സക്കെത്താത്തതുമൂലം ഔദ്യോഗിക കേന്ദ്രങ്ങൾ അറിയാതെ പോകുന്ന മരണങ്ങൾ ചേർക്കുമ്പോൾ കണക്ക് ഇനിയും ഉയരും. നിശബ്ദ മഹാമാരി എന്നാണ് ആരോഗ്യ വിദഗ്ധർ പാമ്പുകടിയെ വിശേഷിപ്പിക്കുന്നത്. 2025 പുറത്തുവന്ന ഔദ്യോഗിക കണക്കനുസരിച്ച് 2017-18 മുതൽ 2024 വരെ വന്യജീവി ആക്രമണത്തെ തുടർന്ന് ഇന്ത്യയിലുണ്ടായ മരണങ്ങളിൽ 66% പാമ്പുകടി മൂലമാണ്. 774 പേർക്കാണ് ഈ കാലയളവിൽ വന്യജീവി ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടമായത്. ഇതിൽ 516 എണ്ണവും പാമ്പ് വിഷബാധയേറ്റാണ്. ആന, കടുവ തുടങ്ങിയ വന്യജീവികളെക്കാൾ കരുതിയിരിക്കേണ്ടത് നമ്മുടെ തൊട്ടടുത്ത് നിശബ്ദനായി പതിയിരിക്കുന്ന പാമ്പുകളെയാണെന്നാണ് ഈ കണക്കുകൾ ഓർമ്മപ്പെടുത്തുന്നത്. കേരളത്തിന്റെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രത്യേകതകളാണ് വർദ്ധിത തോതിലുള്ള പാമ്പുകളുടെ ആക്രമണത്തിന് കാരണം. മനുഷ്യവാസവും കൃഷിയിടങ്ങളും കാടുകളും അടുത്തടുത്താണ് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും. വീടുകളുടെ പരിസരത്ത് തന്നെ പാടശേഖരങ്ങളും തോട്ടങ്ങളും കുറ്റിച്ചെടികളും സാധാരണം. റബ്ബർ തോട്ടങ്ങളും കാടുപിടിച്ച പറമ്പുകളും പാമ്പുകൾക്ക് ഒളിച്ചിരിക്കാനുള്ള സുരക്ഷിത താവളങ്ങളായി മാറുന്നു. കാടുകളുടെ വിസ്തൃതി ചുരുങ്ങൽ, കാടിന്റെ പരിസരങ്ങളിലേക്ക് മനുഷ്യവാസം വ്യാപിക്കൽ തുടങ്ങി പാരിസ്ഥിതിക മാറ്റവും പ്രശ്നം രൂക്ഷമാക്കുന്നു. ഇത് പാമ്പുകൾക്ക് മനുഷ്യവാസ മേഖലയിലേക്ക് കൂടുതലായി കടന്നുവരാൻ സാഹചര്യമൊരുക്കുന്നു. നഗരപ്രദേശങ്ങളിലെന്ന പോലെ കേരളത്തിന്റെ ഗ്രാമപ്രദേശങ്ങളിലും ആളുകൾ രാത്രിയിൽ പുറത്തു പോകുന്നത് സാധാരണമാണ്. പുല്ലും കുറ്റിച്ചെടികളും നിറഞ്ഞ വഴികളിലൂടെ ടോർച്ചോ മറ്റു വെളിച്ചമോ കൈവശമില്ലാതെയും സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കാതെയുമാണ് പലരുടെയും രാത്രി സഞ്ചാരം. ഇതിനിടയിൽ പാമ്പുകളെ ചവിട്ടിപ്പോകാനും കടിക്കാനും സാധ്യതയേറെയാണ്. വെളിച്ചമില്ലാത്തതിനാൽ എന്താണ് കടിച്ചതെന്നറിയാതെ ഇരുട്ടിൽ തപ്പുകയും തുടർന്ന് ചികിത്സ വൈകുകയും ചെയ്യുന്ന സംഭവങ്ങളും കുറവല്ല. ശ്രദ്ധയും മുൻകരുതലുമുണ്ടെങ്കിൽ ഒഴിവാക്കാൻ പറ്റുന്നതാണ് പാമ്പുകടി. വീടുകളുടെ പരിസരം വൃത്തിയായി സൂക്ഷിക്കുക. വീടിന് സമീപത്തെ പുല്ലും കുറ്റിക്കാടുകളും വെട്ടിനിരത്തുക. രാത്രിയിൽ പുറത്തിറങ്ങുമ്പോൾ വെളിച്ചം കരുതുക തുടങ്ങിയവ ലളിതവും ഫലപ്രദവുമായ മുൻകരുതലുകളാണ്. അഥവാ കടിയേറ്റാൽ പരിഭ്രാന്തരാകാതെ ശാന്തത പാലിക്കണം. പരിഭ്രാന്തരാകുമ്പോൾ ഹൃദയമിടിപ്പ് കൂടുകയും രക്തയോട്ടത്തിന്റെ വേഗം വർദ്ധിക്കുകയും ചെയ്യും. ഇത് വിഷം ശരീരത്തിൽ വേഗത്തിൽ പടരാനിടയാക്കും. എത്രയും വേഗത്തിൽ പാമ്പുകടി ചികിത്സയ്ക്ക് സൗകര്യമുള്ള സമീപത്തെ ആശുപത്രിയെ സമീപിക്കുകയാണ് വേണ്ടത്. അതിവേഗം ചികിത്സ ലഭ്യമാക്കാനായാൽ പാമ്പുകടി മരണങ്ങളിൽ നല്ലൊരു പങ്കും ഒഴിവാക്കാനാകും. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ശക്തമായ ബോധവൽക്കരണം ആവശ്യമാണ്. പാമ്പ് അപകടകാരിയെങ്കിലും മറ്റൊരു വശത്ത് മനുഷ്യന് ഉപകാരപ്രദവും ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പിന് ആവശ്യവുമാണ്. വീടുകളിലും ചുറ്റുപാടുകളിലും വലിയ ശല്യമായി തുടരുകയും പ്ലേഗ്, എലിപ്പനി തുടങ്ങി മാരക രോഗങ്ങൾ പടർത്തുകയും ചെയ്യുന്ന എലികളെ നിയന്ത്രിക്കുന്നതിൽ പാമ്പുകൾക്ക് വലിയ പങ്കുണ്ട്. പാമ്പുകളുടെ മുഖ്യ ഭക്ഷണങ്ങളിലൊന്നാണ് എലി. ഇതുവഴി എലികളുടെ വംശവർദ്ധനവ് നിയന്ത്രിക്കപ്പെടുന്നു. പാമ്പുകൾ മണ്ണിനടിയിലെ മാളങ്ങളിൽ താമസിക്കുന്നത് മണ്ണിന്റെ വായുസഞ്ചാരം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. രക്തസമ്മർദ്ദം, ഹൃദയാഘാതം, അർബുദം, രക്തസ്രാവം തുടങ്ങിയ രോഗങ്ങൾക്കുള്ള വിവിധ മരുന്നുകൾ പാമ്പിൻ വിഷത്തിൽ നിന്നുള്ള ഘടകങ്ങൾ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. പാമ്പുകടിയേറ്റാൽ നൽകുന്ന ഏക മരുന്നായ
ആന്റിവെനം നിർമ്മിക്കുന്നതും പാമ്പിൻ വിഷത്തിൽ നിന്ന് തന്നെ. ചില പാമ്പുകളുടെ വിഷം മനുഷ്യ ശരീരത്തിൽ എത്തിയാൽ രക്തം കട്ടപിടിക്കുന്നത് തടയും. മറ്റു ചില പാമ്പുകളുടെ രക്തം ശരീരത്തിൽ ചെന്നാൽ രക്തം കട്ടപിടിക്കുകയും ചെയ്യും. ഈ പ്രത്യേക ഗുണത്തെ ലബോറട്ടറികളിൽ നിന്ന് ശാസ്ത്രീയമായി മാറ്റം വരുത്തിയാണ് മരുന്നുകളാക്കി മാറ്റുന്നത്. ഓരോ ജീവിയും ഭൂമിയിൽ വ്യത്യസ്ത ദൗത്യം നിർവഹിക്കുന്നു. അത്ഭുതകരമാണ് ഈ പ്രപഞ്ചവും അതിലെ ജൈവ വൈവിധ്യവും. ചിന്തിക്കുന്നവർക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട്.